ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ നിൽക്കുകയാണ്, നിങ്ങൾ ആകെപ്പെട്ടിരിക്കുകയാണ്. ബട്ട് നിങ്ങളുടെ ലൊക്കേഷൻ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഈ ഒരു ആപ്ലിക്കേഷനും എങ്ങനെ അതിൻ്റെ മെത്തേഡുകൾ എന്നും ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഈ ഒരു ഓപ്ഷൻസ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. കാരണം ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ നേരിടുക എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചിരിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സിലേക്കും എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ തുടർന്നും ഇതുപോലെ ഉപകാരപ്പെടുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തോളൂ. ആദ്യമായിട്ട് നമുക്ക് വരുന്നത് കോമ്പോസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഓൾറെഡി ഉണ്ടായിരിക്കണം എന്നാണ് നമുക്ക് ആദ്യം തന്നെ ചെക്കൗട്ട് ചെയ്യാനുള്ളത്. അതായത് നിങ്ങൾ ഈ ഒരു റേഞ്ച് ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിന് മുമ്പ് നിങ്ങളുടെ മൊബൈലിൽ ഇതുപോലൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കണം, ഡിജിറ്റൽ കോമ്പോസ്. ഓക്കെ, അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അല്ലാത്ത നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഞാനിപ്പോൾ എൻ്റെ നെറ്റ് ഇവിടെ ഓഫ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഓഫ് ചെയ്തു. ഓക്കെ, ഇത് നിങ്ങൾക്കിപ്പോൾ ഞാൻ ലൈവായിട്ട് ഇപ്പം എൻ്റെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് കണക്ഷനൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് എന്നെ ബന്ധപ്പെടാൻ വേണ്ടി, എൻ്റെ അടുത്തേക്ക് ആരെങ്കിലും എത്താൻ വേണ്ടി, എൻ്റെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ എൻ്റെ മറ്റുള്ള റിലേറ്റീവ്സിനോ എൻ്റെ ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ താഴത്ത് നിങ്ങൾക്ക് ലൊക്കേഷൻ്റെ ഐക്കൺ കാണാൻ പറ്റുന്നല്ലോ. ഏറ്റവും ഇടത് ഭാഗത്ത് നിങ്ങൾക്കൊരു ലൊക്കേഷൻ്റെ ഐക്കൺ കാണുന്നുണ്ട്. ആ ഒരു ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിതിൽ ഫസ്റ്റത്തെ ഓപ്ഷനായിട്ടുള്ള ലാറ്റിറ്റ്യൂഡ് അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്തെടുത്തോളൂ. ഓക്കെ, അത് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക, ആ ഒരു ഇൻഫോർമേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ലൊക്കേഷൻ ID ലഭിച്ചിട്ടുണ്ട്. ദെൻ ഇത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഒരു മെസ്സേജിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ആർക്കാണോ നിങ്ങളിലേക്ക് എത്തേണ്ടത്, ആരാണോ നിങ്ങളുടെ ലൊക്കേഷനിലേക്ക് എത്തേണ്ടത് അവരുടെ ലൊക്കേഷനിലേക്ക്, അതായത് അവരുടെ നമ്പറിലേക്ക് നിങ്ങളുടെ ഈ ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഇതിന് നിങ്ങളുടെ മൊബൈലിൽ സിം കാർഡ് മാത്രം ഉണ്ടായിരുന്നാൽ മതി, ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, ദെൻ ഇതുപോലെ ഇപ്പം ഞാൻ എൻ്റെ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ വരുന്ന നമ്മുടെ ലൊക്കേഷൻ ID ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സെൻഡ് SMS ഞാൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് SMS സെൻഡ് ചെയ്യുകയാണ്. ദെൻ ഇനി അവരുടെ മൊബൈലിൽ ഇതുപോലെ തന്നെ അവരുടെ മൊബൈലും മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു മെസ്സേജ് അവർ കോപ്പി ചെയ്യുക. ദെൻ അതായത് ഞാനിപ്പം സെക്കൻഡ് മൊബൈലാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ ആരിലേക്കാണോ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുത്തത് അവരുടെ മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്ത ആ ഒരു ലൊക്കേഷൻ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അവിടെ മെസ്സേജായി വന്നത് കാണാൻ പറ്റും. ഓക്കെ, ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു മെസ്സേജ് ഒന്ന് കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് ദെൻ നേരെ അവരുടെ മൊബൈലിലെ ഗൂഗിൾ മാപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിലൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ലൊക്കേഷൻ ID അവരൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ നിൽക്കുന്ന കറക്റ്റ് പ്ലേസ് എവിടെയാണെന്ന് അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങളുടെ അടുത്തേക്ക് അവർക്ക് പെട്ടെന്ന് തന്നെ എത്താനും സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് അവരുടെ ലൊക്കേഷൻ വന്നിട്ടുണ്ട്. ദെൻ ഡയറക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ദെൻ നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷനും കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ബട്ടൺ വരുന്നതായിരിക്കും. ആ ഒരു ബട്ടൺ ക്ലിക്കിലോടുകൂടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാനുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ ഗൂഗിൾ മാപ്പ് പറഞ്ഞു തരുന്നതായിരിക്കും. അതായത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ മൊബൈലാണ്. നിങ്ങൾ പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഇതുപോലെ അവരുടെ മൊബൈലിലേക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യുന്ന സമയത്ത് അവർ എന്ത് ചെയ്യും, അവരുടെ ആ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അവരത് സെർച്ച് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്താൻ പെട്ടെന്ന് തന്നെ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇതുപോലെയുള്ള ഉപകാരപ്പെടുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കുവാൻ വേണ്ടി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, വീഡിയോക്ക് ലൈക്ക് ചെയ്തോളൂ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.